അതുപോലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ. ഞാൻ കുളിച്ചിട്ട് നിൽക്കുകയാണ്. ഇന്ന് എനിക്കൊരു ഹാപ്പി ഡേ ആണ്. എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് പല്ല് തേച്ച് കുളിച്ച്, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. എങ്ങനെയൊക്കെയോ കുളിച്ച്. അപ്പോഴാണെങ്കിൽ എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ മഴയത്താണ് ഗൈസ് കുളിച്ചത്. അപ്പം അതിന് ശേഷം ഞാൻ ഒരുങ്ങാൻ പോവാണ്. അപ്പം ഇപ്പോഴും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഞാൻ വേണം കാണിച്ചു തരാം. നല്ല മഴയാണ്, ചാറുന്നുണ്ട് ചെറുതായിട്ട്. ചാറ്റൽ മഴയാണ് ഇതിപ്പം. രാവിലെ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. ആളുകളെ കുറേ നേരം കണ്ടിരുന്ന് എത്തി നോക്കുന്നു. ഹായ് എടുക്ക്. അപ്പം രാവിലെ പല്ല് കേൾക്കാനും കുളിക്കാനും ഒക്കെ ഭയങ്കര മടിയാണ് ഗൈസ്. അപ്പം എന്തായാലും അപ്പം ഗൈസ് ഞാനാണെങ്കിൽ ഇത് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണെങ്കിൽ ഇച്ചിരി ലൂസ് മൈലാഞ്ചി ആയിപ്പോയി ഗൈസ്, അതുകൊണ്ട് ഇച്ചിരി പടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിത് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് തട്ടിക്കുട്ടി വന്നിട്ടാണ്. ഈ നടുക്ക് ഞാൻ അന്ന് മൈലാഞ്ചി ഇട്ടെൻ്റെ മായുന്നില്ലായിരുന്നു. ഇങ്ങനെ നാച്ചുറൽ ആയതുകൊണ്ട് ഇങ്ങനെ കറുത്ത് വരും. അപ്പം അതാണെങ്കിൽ അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മണ്ടേ കൂടെ ഉമ്മിച്ച് മൈലാഞ്ചി ഇട്ടെന്ന് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങ് വരെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരുങ്ങാൻ പോകണം. ഞാൻ കാലിലിട്ട് ഗൈസ് കണ്ടില്ലേ. നമുക്ക് ഒരുങ്ങാം. വലുതായിട്ടൊന്നും ഒരുങ്ങുന്നില്ല. കണ്ണ് ജസ്റ്റ് പൗഡർ ഇട്ട് കണ്ണൊന്ന് എഴുതി ലിബാം ഇടുവാണ്. നമ്മൾ പൗഡറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ബർത്ത്ഡേക്ക് വിഷ് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക്സ്. അപ്പം ഞാനാണെങ്കിൽ കുറേ ദിവസമല്ലേ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്, നമ്മൾ കൂടുതലും ഇപ്പം ഇടുന്ന ഷോർട്സ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ മൈ ലൈഫ് പോലാണ്. കിട്ടുവാണെങ്കിൽ ഞാൻ ഫുള്ള് ഇടാം. ഗൈസ് നമ്മൾ ചുണ്ടിര കുത്തിഞ്ഞ് നോക്കാൻ പോവാൻ ഗൈസ്. ഇപ്പം ഇറങ്ങി ഓടും കേട്ടോ. ഇവിടുത്തെ ഒരു സ്വഭാവമുണ്ട്. ഇവിടെ ആയോണ്ടിരിക്കുന്നു. നിക്ക് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മറ്റേ ചുക്കിയുടെ വീഡിയോ എടുത്തപ്പോൾ ഇവനാണെങ്കിൽ ഉള്ള പൗഡർ എല്ലാം കൂടെ എൻ്റെ മോന്തയിൽ വേറെ പട്ടി ഗൈസ്. അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പൗഡറും ഇട്ട് നമുക്ക് കണ്ണിൻ്റെ അടി എഴുതിയിട്ടല്ല ഇടാം. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനാക്കുമ്പം ഇതിനെ മണ്ടിരുന്നിടാം. അപ്പൊ നമുക്ക് കണ്ണിന്റെ അടി എഴുതി കൊടുക്കാം. ഒരു എരിയുന്ന കാജൽ ഉണ്ടായിരുന്നു, നിനക്ക് ഇട്ട് തരാം. നിനക്ക് ലിബാം ഇട്ട് തരാം കേട്ടോ. നമുക്ക് കണ്ണിന്റെ അടി എഴുതി കൊടുക്കാം. ഒരു എരിയുന്നൊരു കാജലുണ്ട് ഗൈസ്, അതെനിക്ക് കണ്ണിന്റെ അടി ഇങ്ങനെ എരിയും അങ്ങ്. കുറെ കഴിയുമ്പോൾ അത് മാറുന്ന. ഇത് നല്ല കാജലാണ് കേട്ടോ. ഇത് എരിയത്തില്ല. ഒരു കണ്ണിൻ്റെ ഫോട്ടോ വെച്ചൊരു കാജലുണ്ടല്ലോ, അതിനകത്ത് ഏതോ ഒന്ന് എരിയും. കണ്ണിൻ്റെ കാജലുള്ള ഇത് തന്നെയാണ് കേട്ടോ. മഴ വേണ്ട ഇട്ടിട്ടുണ്ട്. നമുക്ക് കണ്ണിൻ്റെ മണ്ടേ. എനിക്ക് മൊത്ത കെട്ടുന്ന പേടിയാണ്. തൊണ്ടയിൽ പിന്നുകുത്തും, ഇവിടെ പിന്നുകുത്തും. ആ ഷോൾ ഇങ്ങനെ വെച്ചിട്ട് കുത്തത്തില്ല. എനിക്ക് തൊണ്ട കയറുമെന്ന് പേടിയാണ് ഗൈസ്. ഇതിലേതമില്ല. മറ്റേ കണ്ണാടി ഇങ്ങ് എടുത്തിട്ട് വാ. ഇതിൽ നോക്കി എഴുതുമ്പോൾ ഇങ്ങനെ തെറ്റുന്നേതമില്ല, മണ്ടയിലൊക്കെ ആവും. ജസ്റ്റ് കണ്ണാടി നോക്കി എഴുതുവാണ്. ഇതിനകത്ത് എഴുതാൻ പറ്റില്ല. നോക്കൂ മക്കളെ. I love you. Love you too. വണ്ടി ഓണടിക്കണേ. മാക്കഴിഞ്ഞു മാമാക്കണ്ടി നോക്ക്. അക്കം പിക്കം താണ വരും പൊട്ടും പൊട്ടണ്ടേ. പോരാ
അങ്ങനെയാണ് അല്ല വിളിക്കണം അല്ല 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 എന്നിട്ട് മിറ്റുമിറ്റുവായ മിറ്റുമിറ്റുവായ അവൻ്റെ ഒരു മിറ്റുമിറ്റുവായ അപ്പോൾ ഗൈസ് ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. അപ്പം കുറേ മുട്ടപ്പിന്നും അടിയിൽ മറ്റേ പിന്നില്ല അതൊക്കെ കുത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയായി. ഞാൻ ഉമ്മച്ചിയെടുത്ത് കുറേ വട്ടം ചോദിച്ചു ഈ മുട്ടപ്പിന്ന് ഇവിടെ വല്ലതും കൊണ്ടുകയറും ഇവിടെ വല്ലതും കൊണ്ടുകയറുമെന്ന്. പക്ഷെ ഇന്നാണ് പറഞ്ഞത്, ഇതാവുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ഇനി പള്ളിയിലോട്ട് പോകാൻ പോവാണ്. നമ്മൾ നേരെ നിഷാദ് മാമ അടുത്ത് പോകണം, കാരണം മുട്ടായി എടുക്കാനുണ്ട്. അപ്പം അതിനായിട്ട് പോകണം. നമുക്ക് നേരെ പോവാം. അപ്പം ഫ്രണ്ട്സ്, ഞാൻ ദേ മദ്രസയിൽ പോവാണ് കേട്ടോ. മദ്രസയിൽ പോകുന്നതിന് മുമ്പേ നമുക്ക് വല്ലമാടത്ത് പോയിട്ട് മുട്ടായി എടുക്കാനുണ്ട്. അപ്പം ഞാനായിട്ട് പോവാണ്. പോകുന്നതൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് ഫുള്ള് റോഡ് ഏതാ തോടേതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. ഇതെന്നെ കണ്ടില്ലേ, ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഇതായിട്ടുണ്ട്, നല്ല തോട് പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളത്തിൽ കളിച്ചുകൊണ്ടായിരുന്നു തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നല്ല രസമായിരുന്നു. അപ്പം ദേ എൻ്റെ ഫ്രണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു പള്ളിയിൽ. അപ്പോൾ ദേ ഇവിടെ ഫുള്ള് വെള്ളം കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, തോട്ടിലൊക്കെ. അപ്പം ദേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെന്നപ്പോഴാണ് എനിക്ക് റിട്ടേൺ ഗിഫ്റ്റ് എടുത്ത് തരുന്നത് ഗായ്സ്. ഞാൻ വിചാരിച്ചു എന്തുവാ സാധാ മെലഡിയാണെന്നും പറഞ്ഞാണ് ഞാൻ പോയത്. പക്ഷെ റിട്ടേൺ ഗിഫ്റ്റ് ആയിരുന്നു. തത്താമിക്ക് പനിയാണെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് തത്താമി ഇത് ചെയ്യാത്തതെന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ റിട്ടേൺ ഗിഫ്റ്റ് ആയിരുന്നു ഗായ്സ്. അപ്പോൾ ദേ റിട്ടേൺ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഞാൻ സുൽത്താനും പള്ളി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയി. അപ്പം ഞാനാണെങ്കിൽ ഇനി പള്ളിയിൽ പോവാണ്. അപ്പം സുൽത്താനും ഞാനും സായും കൂടെ പള്ളിയിൽ പോവാണ് കേട്ടോ ഇനി. അപ്പം ദേ ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല സുഖമായിരുന്നു. അപ്പം ചെന്ന് പള്ളിയിൽ കയറിയപ്പോൾ കാണാൻ എൻ്റെ ഡ്രസ്സ് ഫുള്ള്, എൻ്റെ പാൻറ്റ് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സുൽത്താൻ വെള്ളത്തിൽ നീന്തി വരുവാണ്. എന്നിട്ട് ഞാൻ വന്നിട്ട് പള്ളിയിൽ കൊടുത്ത ബാക്കി മുട്ടായി കുറച്ചുണ്ടായിരുന്നു. അപ്പം ഞാനത് കടയിൽ ഇവിടെയൊക്കെ കൊടുക്കുകയാണ്, ഇപ്പുറത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കുകയാണ്. അപ്പം ഇതായിരുന്നു കേട്ടോ റിട്ടേൺ ഗിഫ്റ്റ്. നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പം അതിനുശേഷം ഞാൻ വന്നിട്ട് ലിച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സയാന് ലിച്ചി ഇഷ്ടമല്ല ഗൈസ്, അതുകൊണ്ട് അവൻ കഴിക്കത്തില്ല. അവന് റംബൂട്ടാൻ നല്ല ഇഷ്ടമാണ്. എനിക്ക് റംബൂട്ടാൻ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം റംബൂട്ടാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇത് എൻ്റെ ലിച്ചി. ഞാനാണെങ്കിൽ അത് കഴിച്ചൊരു പാത്രം നിറയെ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ച് തീർത്ത് ഗൈസ്. അപ്പം ഗൈസ് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നു. അപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നു കേട്ടോ. അപ്പം അവരുടെ ബർത്ത്ഡേ മെയ് 25 അപ്പം ഞാൻ അവർക്കും കൊടുത്തിട്ടുണ്ട്. റുക്സാന റൂബിയ എന്നാണ് കേട്ടോ പേര്. ഞങ്ങൾ ഇതിൻ്റെ ഗിഫ്റ്റ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. ഒരു മിക്കി മൗസിൻ്റെ സ്റ്റിക്കറും കളർ സ്റ്റിക്കറും ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ എൻ്റെ ബുക്കിനകത്ത് ഒട്ടിച്ച് വെച്ചു. ബുക്ക് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി ഗൈസ്. ആദ്യം തന്നെ ഒരു ലെറ്ററാണ്. ഇത് കാണാൻ പറ്റുന്നതുകൊണ്ട് അറിയത്തില്ല. 2 ക്ലിപ്പ് ഗൈസ്. ഞാൻ ചോദിച്ചു ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? കാരണം എനിക്ക് ഇങ്ങനെ എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർക്ക് എൻ്റെ ഫ്രണ്ട്സിനകത്ത് ഇതേമാതിരി ക്ലിപ്പും അതും ഇതുമൊക്കെ ബർത്ത്ഡേക്ക് ആയിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല പൂവിൻ്റെ ഒരു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല ക്യൂട്ട്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയതിന് ശേഷം ഇത് മാതിരി ക്ലിപ്പാണ് 2 പിന്നെ ഇത് 2 പിന്നെ ഒരു മാല ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഈ മാല കാണാൻ. ഞാൻ ഇത് കുറേ സ്ഥലത്ത് തപ്പുന്നുണ്ട്. പക്ഷെ ഉമ്മച്ചി പറഞ്ഞ അത് വേണ്ട അത് വേണ്ടത്. ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നു. പിന്നെ 2 മുട്ടായി. അപ്പം താങ്ക് യു റുക്സാന റൂബിയ. അപ്പം വെച്ചാൽ എനിക്ക് ഈ ഗിഫ്റ്റ് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. ഇത് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നല്ല സെറ്റപ്പ് ആക്കി തന്നെയാണ്. അത് ഞങ്ങൾ പള്ളിയിൽ വെച്ച് തന്നെ പൊട്ടിച്ചു. അപ്പം
ഗൈസ് ഞാൻ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യയായി കേക്ക് മുറിക്കാനായിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പം ഞാൻ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ മറ്റേ പോണിറ്റെയിൽ കെട്ടിയിട്ട് ചുരുട്ടി വെച്ചിട്ട് മറ്റേ ഒരു സാധനം വെക്കുകയാണ്. ഒരു കൊണ്ട പോലത്തെ സാധനം ഇല്ലേ എൻ്റെ കയ്യിൽ, അത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവരെന്നെ റൂമിൽ പൂട്ടി ഗൈസ്. എന്തോത്തിനാന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞാൻ കുറേ നേരം റൂമിൽ കിടക്കുമായിരുന്നു. പിന്നെ സുൽത്താൻ വന്നിട്ടുണ്ടായിരുന്നു. സുൽത്താൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. എന്നിട്ടാണെങ്കിൽ വലിയ പാത്രനെ തുറന്നു വിടട്ടെ, വലിയ പാത്രനെ തുറന്നു വിടത്തേന്ന് ചോദിക്കാറ് രണ്ടുപേരും സയാനും കൂടെ. അപ്പം ഇത് ഇവരെന്തോ എഴുതുകയാണ്, എന്തോ ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ തത്തമമ്മി കുറേ ഗിഫ്റ്റ് പേപ്പറിൽ എന്തൊക്കെയോ പൊതിഞ്ഞുകൊണ്ട് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതെന്ന് വെച്ചാൽ ഇതൊക്കെ എന്തോ അതിനകത്തൊക്കെ സൈഡിലൊക്കെ കുറച്ച് പേപ്പർ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വേണ്ട ഈ എഴുതിയ ഓരോ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് വെക്കുകയാണ്. ഇതാണ് ഗൈസ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിക്കോണിൻ്റെ ഒരു സെറ്റ്. പിന്നെ കേക്ക് അവർ പൊട്ടിക്കുകയാണ് കേട്ടോ. കേക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാമയുടെ ഫ്രണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ മാതിരി അതേ ഡിസൈൻ ആയിരുന്നു കേട്ടോ ചെയ്തതെന്ന്. അപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ കളറെല്ലാം അത് തന്നെയായിരുന്നു കേട്ടോ. അപ്പം കേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പം കേക്കിൻ്റെ പിക്ക് ഞാനിവിടെ കൊടുത്തേക്കാം. എന്നിട്ട് ഞാൻ ഇത് മുട്ടായി വെക്കുന്നുണ്ട് സൈഡിൽ, 2 സൈഡിലായിട്ട് 4 വെക്കുന്നുണ്ട്. അപ്പം നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ അത് എന്നെ റൂമിൽ നിന്ന് തുറന്ന് വിടുകയാണ് ഗൈസ്. ഞാൻ അവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ നെട്ടിപ്പോയി. അവരൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ആ ബലൂണും മറ്റേ സാധനമേ വെക്കത്തുള്ളെന്ന്. അപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരിനി ബലൂണൊക്കെ വെറുപ്പിച്ച് ഒട്ടിച്ച് വെക്കുവാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഞാൻ ഉമ്മിഴിച്ചെടുത്ത് നോക്കിയോ, ഇതാണോ നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ചെയ്തതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതാണെങ്കിൽ ഇത് ഈ സ്റ്റിക്കർ ഇളകി പോവായിരുന്നു, അതുകൊണ്ടായിരുന്നെന്ന്. അപ്പം എനിക്ക് അപ്പോഴേ മനസ്സിലായി എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അപ്പം വാപ്പയെ വിളിച്ചു, ഷിജുമാമ്മയെ വിളിച്ചു. അപ്പം ഷമീർ അമ്മയെ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഷമീർ അമ്മ ഉറക്കത്തിലായിരുന്നു. അപ്പം ഇന്നലെ നമ്മൾ കേക്ക് മുറിക്കുകയാണ്. അപ്പം കണ്ടില്ലേ, ഞാൻ ആദ്യം സുൽത്താൻ്റെ വായിൽ വെച്ച് കൊടുത്തു. പിന്നെ സയാൻ ഒരുപാട് തണിക്ക് വെച്ച് എന്നിട്ട് ബാക്കി മൊത്തം അവനങ്ങ് കൈയിരിക്കുന്ന മൊത്തം ആക്കിയിട്ട് എന്നിട്ട് ഞാൻ സയാന് വെച്ച് കൊടുത്തു. കേക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോക്ലേറ്റ് കേക്കും റെഡ് വെൽവെറ്റും ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്ക് റെഡ് വെൽവെറ്റ് ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പം എന്നിട്ട് സയാൻ അവിടെ എന്തോ അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ സയാന എനിക്ക് ആദ്യം ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. മാമി വീഡിയോ എടുക്കുകയാണ് അവിടെ നിന്ന്. അപ്പോൾ ഇത്രയും ഗിഫ്റ്റ് അടുക്കി വെച്ചിട്ട് അവൻ്റെ കയ്യിൽ കൊള്ളുന്നില്ല ഗൈസ്. എനിക്ക് കൊണ്ട് തന്നു. എന്നിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അത് അവൻ്റെ ആണെന്ന് പറഞ്ഞായിരുന്നു മാമി. എന്നിട്ട് അത് എടുത്തുകൊണ്ട് പോവുകയാണ് അവൻ. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് ഇപ്പോൾ പൊട്ടിച്ചോട്ടെ. ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചു ഇപ്പോൾ പൊട്ടിച്ചോട്ടേന്ന്. പക്ഷേ ഉമ്മച്ചി പറഞ്ഞു ഇപ്പോൾ പൊട്ടിക്കാൻ, നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ പൊട്ടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാമെന്ന് പറഞ്ഞു. ഒരെണ്ണത്തിൽ അടിപൊളി റാബിറ്റിൻ്റെ ചെരുപ്പായിരുന്നു ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഗിഫ്റ്റ് അവനാണ് കേട്ടോ. അവനൊരു ബോക്സാണ് സ്പൈഡർമാൻ്റെ, പിന്നെ ഒരു പെൻസിലും ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ ഞാനൊരു സ്റ്റിക്കർ അവിടെ ഇരുന്ന് അതെടുത്ത് ഇറക്കി. പിന്നെയാണ് പറഞ്ഞൊരു ചലഞ്ച് ഉണ്ടെന്ന്, എന്തോത്തിൻ്റെ അടിയിൽ നിന്ന് തന്നെ എന്തോ പേപ്പർ എടുത്ത് തന്നു. ഞാൻ വായിച്ചു. പിന്നെ ആണെങ്കിൽ പെട്ടിയുടെ അകത്തുനിന്ന് എന്തോ കിട്ടിയിട്ടുണ്ട്. അപ്പം പെട്ടിയുടെ അകത്തുനിന്ന് ഈ കവറിനകത്തും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് എടുത്തിട്ട് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൈഡിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നോക്കുകയാണ്. അതും വായിച്ചു. അപ്പം അതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ അകത്തെങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? ഫ്രിഡ്ജിൻ്റെ അകത്തെങ്ങാണ്ടാത്തത്. അപ്പം അടുത്ത് നമ്മൾ പോവാണ്. അടുത്ത സാധനം സെറ്റിയുടെ അടിയിൽ തന്നെയാണ് ഗൈസ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ കയറിയപ്പോൾ ഞാൻ ഉപ്പക്കോന്നടിച്ച് വീണു ഗൈസ്. കണ്ടില്ലേ, ഞാനാണെങ്കിൽ അപ്പോൾ അവിടുന്ന് ഒരു പേപ്പറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഡ്രോയിങ് ബുക്കായിരുന്നു കേട്ടോ. അപ്പം ഡ്രോയിങ് കളറിങ് ബുക്കായിരുന്നു. അപ്പം എന്നിട്ടാണെങ്കിൽ അത് വായിച്ച് നോക്കിയപ്പം ഫ്രീസറിൻ്റെ അകത്തെങ്ങാണ്ടായിരുന്നു, ഫ്രീജിൻ്റെ അകത്തോ അങ്ങാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോവാണ്. അതെ, ഫ്രിഡ്ജിൻ്റെ അകത്താണ്. ഞാൻ ഫ്രീസറിലൊക്കെ നോക്കുന്നുണ്ട്, ഫ്രീസറിലൊന്നും ഗൈസ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് നോക്കുകയാണ് ഇനി. ഫ്രിഡ്ജിനകത്ത് സൈഡിൽ കിക്കാറ്റായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കിക്കാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് തച്ചുവിൻ്റെ റൂമിലാണ്. അപ്പം തച്ചുവിൻ്റെ റൂമിൽ ഇനിയിപ്പോൾ എന്താവാം കാണുക. അപ്പം
അതെ, തച്ചുൻ്റെ റൂമിൽ പോയി. തച്ചുൻ്റെ റൂമിലാണെങ്കിൽ കസേരയിൽ നേരെ ചെന്ന് കയറിയപ്പോഴേ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അതിനകത്തുണ്ടായിരുന്നു കേട്ടോ ഈ ലെറ്റർ. അപ്പം അത് നോക്കിയപ്പോൾ പിന്നെ എവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഹാളിൽ ടേബിളിൻ്റെ അടിയിൽ. ഞാൻ നോക്കുന്നത് ബാഗിൻ്റെ അകത്താണ്. എൻ്റെ ബാഗായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ബാഗിൽ കാണാത്തപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സയാൻ്റെ ബാഗിലാണ്. അപ്പം എൻ്റെ ബാഗിൽ കുറേ ഞാൻ മുട്ടായി നിന്നിട്ടൊക്കെയിട്ട കാറാണ്. പിന്നെ എൻ്റെ കായിക അതൊക്കെ ഉള്ളായിരുന്നുള്ളൂ. പൗച്ചിലുണ്ടോ നോക്കി, പൗച്ചിലും ഇല്ലായിരുന്നു. അപ്പം എന്തായാലും ഞാൻ സയാൻ്റെ ബാഗിൽ നോക്കാമെന്ന് തീരുമാനിച്ചു. സയാൻ്റെ ബാഗിൽ നിന്ന് എന്തോ എൻ്റെ ബാഗിൽ നിന്ന് ഒരു പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കാണാനൊന്നുമില്ല അതിനകത്ത്. അപ്പം എന്നിട്ട് സയാൻ്റെ ബാഗ് എടുത്തു. അപ്പം സയാൻ്റെ ബാഗിനകത്ത് നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അപ്പം ആ ഗിഫ്റ്റ് കളറായിരുന്നു, ഓയിൽ പേസ്റ്റിൻ്റെ കളറ്. അപ്പം എന്നിട്ടാണെങ്കിൽ അത് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ടേബിളിൻ്റെ അവിടെ എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട്, എവിടെ ഇല്ല ഗൈസ്. ഞാൻ പാസ് തരാം ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇന്നാ ഗിഫ്റ്റ് ഇല്ലെന്ന്. എന്നാൽ എനിക്ക് ഗിഫ്റ്റ് എല്ലാം വേണം ഗൈസ്, ഇല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പം എനിക്ക് ബർത്ത്ഡേക്ക് ഇങ്ങനെ ഗിഫ്റ്റ് തരുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കാൻ നല്ല രസമല്ലേ. അപ്പം നമ്മൾ എടുക്കാൻ പോവാണ്. ഇത് ഇവിടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എമർജൻസിയുടെ അടിയിലുണ്ടായിരുന്നു ഗൈസ് ആ സാധനം. അപ്പോൾ എമർജൻസിയുടെ ഇടയ്ക്ക് കയറ്റി വെച്ചേക്കൊന്ന് നോക്കിക്കോണേ ഇവിടെ പണി. അപ്പം അവിടെ നിന്ന് അങ്ങനെ പേപ്പർ നോക്കിയിട്ട് ഞാൻ എവിടേക്കോ വെച്ചിട്ട് പോവാണ് ഗൈസ്. അപ്പം കണ്ടില്ലേ, അടുത്തത് വായിച്ചു. അടുത്തത് ഈ ബെഞ്ചിൻ്റെ അടിയിലായിരുന്നു കേട്ടോ. ഈ ബെഞ്ചിനകത്ത് തുണിയൊക്കെ ഞാൻ പൊക്കിയിട്ട് നോക്കുകയാണ് ഗൈസ്. പക്ഷേ അപ്പോഴാണ് സുൽത്താൻ പറഞ്ഞ അതിൻ്റെ അടിയിലുണ്ടത്. അപ്പം എന്നിട്ട് ഞാൻ അതെടുത്തു. എന്നിട്ടാണെങ്കിൽ തുറന്ന് നോക്കുകയാണ്. അപ്പം ഇനി എന്തായാലും അടുക്കളയിൽ തന്നെയാണ്. പിന്നെ അടുക്കളയുടെ മറ്റേ ഉള്ളിത്തട്ടുണ്ടല്ലോ, ഉള്ളിത്തട്ടിനകത്താണ് പിന്നെയും കയറി നോക്കുന്നത്. ഞാൻ ഉള്ളിത്തട്ടിലുണ്ടായിരുന്നു. ഞാൻ അടുക്കളയിൽ അവിടെ തുണിയൊക്കെ ഇട്ടേക്കുന്നതിനകത്തൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം എല്ലായിടത്തും ഒന്ന് തപ്പുകയാണ്. എന്നിട്ട് ഉമ്മച്ചി പറഞ്ഞു, ഞാൻ ഒന്ന് പാസ് ഇടാകുമ്പോൾ അത് മാത്രം ആരും കാണാതെ ഒന്ന് പറഞ്ഞു തരാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉമ്മച്ചി പറഞ്ഞു നടക്കില്ല, ഗെയിമാണെന്ന്. അപ്പോഴാണെങ്കിൽ സുൽത്താനാണെങ്കിൽ അതിനകത്ത് എന്തോ സ്റ്റെതസ്കോപ്പ് എങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നു. അതെടുക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടി ഗൈസ് ആ സാധനം. ഉമ്മച്ചി പറഞ്ഞു എന്തുവാ സുൽത്താനെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു സോറി. അപ്പോഴാണെങ്കിൽ അടുത്ത ഗിഫ്റ്റ് ഞങ്ങൾ എടുത്തു. അപ്പം അതിന് ശേഷം അടുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെളിയിലാണ് കേട്ടോ. വെളിയിലിപ്പോൾ വെളിയിലാണെങ്കിൽ ഇവിടെ കസേരയിലുണ്ടായിരുന്നു ഗൈസ്. കസേരയിൽ ആ സൈഡിൽ എന്തോ പേപ്പർ ഉണ്ടായിരുന്നു. ഇല്ല ഫൈനലായിരുന്നു അല്ലേ, ഫൈനലായിരുന്നു, അതിനകത്തൊന്നും ഇല്ലായിരുന്നു. അപ്പം എന്തായാലും ഞാൻ അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. ഇനി ഞാൻ എന്തുവാ തപ്പുന്നതെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റൊക്കെ കൊണ്ട് ഇവിടെ വെക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഞാൻ പൊട്ടിച്ച് നോക്കുകയാണ്. അപ്പം എത്ര എണ്ണം ഉണ്ടെന്ന് മിച്ച എണ്ണി നോക്കാൻ പറഞ്ഞു. അപ്പം ഞാനത് എണ്ണി നോക്കുകയാണ്. 9 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് 9 വയസ്സായപ്പോൾ 9 ഗിഫ്റ്റ് ഉണ്ട്. അപ്പം 9 ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് എനിക്ക്. അപ്പം എനിക്ക് ആണെങ്കിൽ ആ ഗിഫ്റ്റ് പൊട്ടിക്കാനങ്ങ് ആക്രാന്തമാണ് ഗീസ്. കാരണം എനിക്ക് ആ ഗിഫ്റ്റൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനൊരു ആവേശമുണ്ട്. അപ്പം പിന്നെ ലാസ്റ്റായിട്ട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തോത്തിനാ ഞാൻ കണ്ണടച്ചിരിക്കുന്നത്, എൻ്റെ എല്ലാം ഗിഫ്റ്റും കഴിഞ്ഞല്ലോ, 9 എണ്ണം ആയല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു അപ്പോൾ സുൽത്താനാണെങ്കിൽ കൊണ്ട് തരുവാണ് കേട്ടോ. അപ്പം ഇതാണെങ്കിൽ ഇതിനകത്ത് ലൈറ്റൊക്കെ കത്തുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാൻ തുറക്കുകയാണ്. ഞാൻ ഊട്ടക്കണ്ണം ഒക്കെ ഇട്ട് നോക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല ഗൈസ്. ഇവർ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോണും കൊണ്ട് അപ്പം ഞാനാണെങ്കിൽ ഒന്ന് കണ്ണു തുറന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുറന്നു ഗൈസ്. കണ്ണങ്ങനെ ഞാൻ കണ്ണൊക്കെ അടച്ചിട്ട് നോക്കുകയാണ്. ഞാൻ വിചാരിച്ചു അവിടെ നിന്നാ പൊട്ടിക്കുന്നതിന്. ഞാൻ കണ്ണു പറഞ്ഞു ചരിക്കല്ലേ പൊന്നെ എങ്ങനെയൊക്കെയോ വെച്ചേക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് തുറന്നപ്പോ സത്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര ഗിഫ്റ്റ് ഒക്കെ ഉള്ളാവൂ. ഉമ്മച്ചി പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ
എനിക്ക് ഗിഫ്റ്റ് അങ്ങനെ ഒന്നും ഞാൻ തരുന്നില്ല, അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ഗിഫ്റ്റൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, പക്ഷേ ഇത് ഞാൻ നെട്ടിപ്പോൾ സ്കൂളിലത്തേക്ക് വേണ്ടി ബോക്സും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൽസയുടെ ബോക്സ് ഞാൻ കുറേ ദിവസം കൊണ്ട് ഉമ്മച്ചെടുത്ത് വാങ്ങിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ്. പിന്നെ ഇത് ഞാൻ വിചാരിച്ചു ഇതെന്ത് തുറക്കുമ്പോൾ ഇത് വരുന്ന ലിപ്സ്റ്റിക് ആണോ എന്ന് വിചാരിച്ചു, പക്ഷേ ലിപ്സ്റ്റിക് അല്ല ഗൈസ്, ഇതാണെങ്കിൽ ഇതാണ് കേട്ടോ, മറ്റേ പെന്നാണ്, പെന്ന്. അപ്പോൾ പിന്നെ ഒരു ഗ്ലിറ്റർ പെൻ ഉണ്ടായിരുന്നു, മറ്റേ ഗ്ലിറ്റർ അല്ല, നോർമൽ ബ്ലൂ കളറാണ്. നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഓരോ കളർ വരുന്നത്. പിന്നെ ഇത് ക്ലേ ആണ്, ക്ലേ ഞാൻ ഉമ്മച്ചെടുത്ത് കുറേ ഇട്ട് വാങ്ങിച്ചു തരണേന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. അന്ന് ക്ലേ വാങ്ങിച്ചപ്പോൾ അത് ഭയങ്കര വലിയുന്ന ക്ലേ ആയിരുന്നു, അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഈ ക്ലേ എനിക്ക് ഉമ്മച്ചി വാങ്ങിച്ചു തന്നു. പിന്നെ ആണെങ്കിൽ ഞാൻ ഇത് ഒരു കീച്ചേരും ഒരു ബാഡ്ജും ഉണ്ടായിരുന്നു യൂണിക്കോണിൻ്റെ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പെന്ന്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ പെൻ്റെ, ഇതൊക്കെ എൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് തീർന്നതിൻ്റെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത്. അപ്പം എന്നിട്ടാണെങ്കിൽ ഈ കളറാണിത്, കളറും ഞാൻ വെച്ച്. അപ്പോൾ ഗൈസ് എനിക്ക് ഇതിനകത്തുള്ള ഗിഫ്റ്റ് എല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഫുൾ യൂണിക്കോണിൻ്റെ ആയിരുന്നു കേട്ടോ, റെയിൻബോ കളറിലായിരുന്നു ഫുൾ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാം. പിന്നെ കളേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ആണെങ്കിൽ ഡ്രോയിങ് ബുക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് പൊട്ടിച്ച് അവസാനം എനിക്ക് മതിയാവുന്നില്ല പൊട്ടിച്ചിട്ട്, ആരെങ്കിലും ഒന്ന് തരണേന്നും പറഞ്ഞിരിക്കുകയാണ് ഞാൻ. അപ്പം ഇതേ തത്തമാമി കീച്ചനൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഈ മല കൊള്ളാലോ അല്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്, ബട്ടർഫ്ലൈൻ്റെ. അപ്പം അതിന് ശേഷം ഇത് തത്തമാമി ചെയ്തെടുത്ത മാല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. മാല വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കീച്ചേനാണ്. അപ്പം പിന്നെ ഇത് പൊട്ടിച്ച് നോക്കിയപ്പോൾ കിക്കാറ്റായിരുന്നു അല്ല, കളറായിരുന്നു. അപ്പം കിക്കാറ്റ് ഉണ്ടായിരുന്നു. കിക്കാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പം അതിന് ശേഷം ഇതാണെങ്കിൽ ഇതായിരുന്നു ഗൈസ്. ഇത് സ്റ്റിക്കറില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റിക്കർ. പിന്നെ ആണെങ്കിൽ ഇത് മാമയുടെ ഗിഫ്റ്റാണ്. ഇത് ഞാൻ തുറന്നപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് ചെരുപ്പാണ്, ചെരുപ്പിൻ്റെ ബോക്സ് ആയിരുന്നു ഗൈസ്. അടിപൊളി റാബിറ്റ് ചെരുപ്പായിരുന്നു കേട്ടോ. അപ്പം അതിന് ശേഷം ഇത് പൊട്ടിച്ച് നോക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ ഒരു അടിപൊളി നെക്ലേസ് ഗൈസ്, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം നെക്ലേസ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ഗിഫ്റ്റ് എടുത്തു മാമി. 3 ഗിഫ്റ്റാണ് കണ്ടത്, 3 ഗിഫ്റ്റാണ് മാമി. അപ്പോൾ ഗൈസ് ഗിഫ്റ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം ഞാനെല്ലാം ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ള സോ ഗൈസ് ടാറ്റാ.